ഹായ്, ഈ വർഷം KTUയുടെ അണ്ടറിലുള്ള കോളേജസിൽ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഫസ്റ്റ് സെമിസ്റ്ററിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് 4 ഗ്രൂപ്പുകളാണ് വരുന്നത്. ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D. ഓരോ ഗ്രൂപ്പിനും സബ്ജക്ട്സ് ഒക്കെ ഡിഫറെന്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഗ്രൂപ്പ് A ആൻഡ് ഗ്രൂപ്പ് Bയുടെ സബ്ജക്ട്സ് ആണ്. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ മാത്സ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് മാത്സ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിന്റെ ബാക്ക് ബോൺ ആണ്. നമ്മൾ ജസ്റ്റ് ആദ്യത്തെ സെമിസ്റ്ററുകളിൽ മാത്രമേ മാത്സ് പഠിക്കാനുണ്ടാവുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ആ പഠിക്കുന്ന മാത്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും പിന്നീടുള്ള പല സബ്ജക്ട്സും ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് മാത്സ് അത്രയും നല്ല രീതിയിൽ പഠിക്കണം. നിങ്ങൾ +2 പഠിച്ചിട്ടുള്ള മാത്സിന്റെ കുറച്ചും കൂടെ ഹയർ ലെവലിലായിരിക്കും എഞ്ചിനീയറിംഗ് മാത്സ് വരിക. ഓക്കെ, അടുത്ത സബ്ജക്ട് നമുക്ക് വരുന്നത് ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ആണ്. അപ്പൊ ഇതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കോളേജിൽ കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സിന് ഫിസിക്സ് S1 വരും, അവർക്ക് കെമിസ്ട്രി സെക്കൻഡ് സെമ്മിൽ പഠിക്കണം. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സിൽ ആദ്യം S1 കെമിസ്ട്രി ആയിരിക്കും, അവർക്ക് S2 തിരിച്ച് ഫിസിക്സ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് വരുന്നത്. അടുത്ത സബ്ജക്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആണ്. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതിയൊരു സബ്ജക്റ്റ് ആയിരിക്കും. അതൊരു ഡ്രോയിങ് പേപ്പർ ആണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ ഒന്നും ഇപ്പോൾ +2 ലെവലിലൊന്നും ഈ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്, ബാക്കി മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ കേട്ടിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. അടുത്തത് നമുക്ക് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രിക്കലിന്റെയും ഇലക്ട്രോണിക്സിന്റെയും ഒക്കെ ബേസിക്സ് ആണ് നമ്മൾ +1 +2 ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് വരുന്ന പാർട്ട് 1 ഇലക്ട്രിക്കലും പാർട്ട് 2 ഇലക്ട്രോണിക്സും ആയിട്ട് വരുന്ന ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. അടുത്തത് വരുന്നത് അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തോൺ എന്നുള്ള സബ്ജക്റ്റ് ആണ്. ഇതെന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ആണ് വരുന്നത്. അപ്പൊ പ്രോഗ്രാമിംഗിന്റെ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് ഈ അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തോൺ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു വർക്ക്ഷോപ്പ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് തിയറി സബ്ജക്ട്സ് വരുന്നത്, യൂണിവേഴ്സിറ്റി എക്സാം വരുന്ന തിയറി പേപ്പേഴ്സ്. പിന്നെ ഒരു വർക്ക്ഷോപ്പ് വരുന്നത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിന്റെ. പിന്നെ ലൈഫ് സ്കിൽസ് ആൻഡ് യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറും കൂടെ ഉണ്ട്. അപ്പൊ ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്ക് ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് അറിയേണ്ട ക്യൂരിയോസിറ്റി ഉള്ള കാര്യങ്ങൾ, അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം. താങ്ക്